SSC CGL എക്സാം നിങ്ങൾക്ക് എളുപ്പമാക്കാൻ വേണ്ടി നമ്മൾ ഓൾറെഡി മാത്സിന്റെ സീരീസ് തുടങ്ങിക്കഴിഞ്ഞു. ഇന്ന് അതിന്റെ രണ്ടാമത്തെ ഭാഗമാണ് ഇന്ന് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. ഒരുപാട് മോഡൽ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മുമ്പിലേക്ക് പ്രസന്റ് ചെയ്യും. അതിന്റെ ഷോർട്ട് ട്രിക്സും ഇനി സ്കിപ്പ് ചെയ്യാൻ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യേണ്ടതും അതേപോലെ തന്നെ എങ്ങനെയായിരിക്കണം മാത്സിനെ നിങ്ങൾ എക്സാമിന് അപ്രോച്ച് ചെയ്യേണ്ടത് എന്നെല്ലാം നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ ഒരു ടൈം സ്കെയിൽ വെച്ച് അതായത് 36 സെക്കൻഡ്സിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യണം. 36 സെക്കൻഡ് മാത്രമേ നമുക്ക് കിട്ടൂ. അപ്പൊ അതിലേക്ക് നിങ്ങളെ റെഡി ആക്കാൻ വേണ്ടിയുള്ള ഒരു റിവിഷൻ സീരീസ് മാത്രമാണ് ടോപ്പിക് പഠിപ്പിക്കാൻ ചെയ്യുന്നത്. റിവിഷൻ സീരീസ് ആണ് നമ്മളിവിടെ കണ്ടക്ട് ചെയ്യുന്നത്. ഓൾറെഡി പാർട്ട് 1 നിങ്ങൾ അതിൽ കാണാത്തവർ എന്ത് ചെയ്യുക, അതുകൂടെ കാണുക. ഇത് കണ്ടിട്ട് അതുകൂടെ കാണുക, നിങ്ങൾക്ക് വളരെ ഉപയോഗപ്രദമായിരിക്കും. അപ്പൊ നമുക്ക് ഒരുപാട് സമയം കളയണ്ട, നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് ഡയറക്റ്റ് ആയിട്ട് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? The difference between the compound interest and simple interest on a certain sum at 10% per annum for 3 years is 155. Find the principal sum. Okay, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ സിമ്പിൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എളുപ്പമാണ്. നോക്കിയേ, 10% ആണ് ഇവിടെ വാല്യൂ തന്നിരിക്കുന്നത്. 10% 3 വർഷം സിമ്പിൾ ഇൻട്രസ്റ്റ് പോകുമ്പോൾ 30%, 10% 3 വർഷം കോമ്പൗണ്ടിൽ എടുക്കുമ്പോൾ 33.1%. ഇതിന്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 3.1%. അത് നമുക്ക് കൊടുത്തിട്ടുണ്ട് 155. അങ്ങനെയാണെങ്കിൽ പ്രിൻസിപ്പൾ ആണ് കണ്ടുപിടിക്കേണ്ടത്. പ്രിൻസിപ്പൾ 100% ആണ് കണ്ടുപിടിക്കേണ്ടത്. 3.1 into 50 ആണ് എന്ത്, 155. അങ്ങനെയാണെങ്കിൽ 100 into 50 എത്രയാ? 5 1 2 3 30. അതായത് 5000. ഇതാണ് നമ്മുടെ ആൻസർ. ഇത്രയേ ഉള്ളൂ. പെട്ടെന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടും. പക്ഷെ എന്ത് ചെയ്യാ, എങ്ങനെ എടുത്തെന്നുള്ളത് നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ഇത്രയും സ്പീഡിൽ നമുക്ക് ചെയ്യാൻ പറ്റൂ. ഞാനിപ്പോ എത്ര 36 സെക്കൻഡ് താഴെ എല്ലാം എടുത്തോളൂ. ഇത്രയേ ഉള്ളൂ. ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോക്കാം. എങ്ങനെയാണ് ഞാൻ ഇത്രയും പെട്ടെന്ന് ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തെന്നുള്ളത്. സിമ്പിൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എല്ലാവരുടെയും ഒരു പേടി സ്വപ്നമാണ്. പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്തു നോക്കാം. നോക്കിയേ, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കി. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? The difference between compound interest and simple interest on a certain sum at 10% per annum. റേറ്റ് തന്നിട്ടുണ്ട്. എത്രയാ? 10% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അത് സിമ്പിൾ ഇൻട്രസ്റ്റിലാണ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലായാലും. എത്ര വർഷത്തേക്ക്? ടൈം തന്നിട്ടുണ്ട് 3 വർഷം. അതായത് 3 വർഷത്തേക്ക് 10% കോമ്പൗണ്ട് ഇൻട്രസ്റ്റിനെയും 3 വർഷത്തേക്ക് 10% സിമ്പിൾ ഇൻട്രസ്റ്റും പോയാൽ ഇവ തമ്മിലുള്ള ഇൻട്രസ്റ്റിന്റെ ഡിഫറൻസ് ആണ് എന്ത്? 155. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, പ്രിൻസിപ്പൾ അല്ലെങ്കിൽ സമ്മ് കണ്ടുപിടിക്കാം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതിന് എന്ത് ചെയ്യാം, 10% 3 വർഷം പോയാൽ സിമ്പിൾ ഇൻട്രസ്റ്റിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാവും? 10 + 10 ഇതല്ലേ ആവുന്നത്. ഒരു വ്യത്യാസവും ഇല്ലല്ലോ. ഇല്ല, 30% ഇൻട്രസ്റ്റ് ആവുന്നത്. അതായത് 100% പ്രിൻസിപ്പൾ എങ്കിൽ 30% എന്ത്? 3 വർഷം കഴിയുമ്പോൾ 10% സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ പലിശ ഇൻട്രസ്റ്റ് വരിക. ഇനി നേരെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലേക്ക് വന്നാലോ? നോക്കി, അവിടെ പക്ഷെ നമുക്ക് ഇങ്ങനെ ആഡ് ചെയ്ത് പോകാൻ പറ്റില്ല. സക്സസീവ് എടുക്കേണ്ടി വരും. എന്താണ് സക്സസീവ് എടുക്കേണ്ടത്? 10%ന്റെ 3 വട്ടമുള്ള സക്സസീവ് എടുക്കേണ്ടി വരും. എങ്ങനെ നമ്മൾ എടുക്കാം? ഡയറക്റ്റ് ഇക്വേഷൻ വഴി എടുക്കാം. നോക്കി, എന്താ ഇക്വേഷൻ വരുന്നത്? ഇവിടെ ഇക്വേഷൻ വരുന്നത് നിങ്ങൾ ചെക്ക് ചെയ്തേ. 3 ടേം വരികയാണെങ്കിൽ അതിന്റെ ഇക്വേഷൻ x + y + z + xy + yz plus xz divided by 100 plus xyz divided by 10,000. പിന്നെ ഒരു പെർസെന്റേജ് ഉണ്ട് കേട്ടോ, പെർസെന്റേജ്. ഇതാണ് എന്ത്, നമ്മുടെ 3 വട്ടം സക്സസീവ് എടുക്കുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ 3 ടേമിന്റെ സക്സസീവ് എടുക്കുക എന്ന് പറഞ്ഞാൽ x + y + z plus xy plus yz plus xz divided by 100 plus xyz divided by 10,000. കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ളത് ഇവിടെ 100 ആണ്, ഇവിടെ 1000 അല്ല, ഇവിടെ 10,000 ആണ്. ഇവിടെ 2 0 ഉള്ളതാണ്, ഇവിടെ 4 0 ഉള്ളതാണ്. ബാക്കിയെല്ലാം നിങ്ങൾക്ക് കിട്ടും. ഇതാണ് എന്ത്, ഡയറക്റ്റ് ഫോർമുല വെച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ. ഇതാണ് ഫോർമുല. ഓക്കെ, പക്ഷെ ഇത്രയും എടുത്തു വരാൻ എന്ത്, സമയം കിട്ടില്ല, സമയം നിങ്ങൾക്ക് തികയില്ല. അപ്പൊ എന്ത് ചെയ്യുക? അപ്പൊ എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? 10% ആണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. 2 എണ്ണത്തിന്റെ സക്സസീവ് എടുക്കുക. ആദ്യം 2 എണ്ണത്തിന്റെ സക്സസീവ് എങ്ങനെ എടുക്കുന്നത്? x + y plus xy divided by 100 അല്ലേ? 2 ടേമിന്റെ സക്സസീവ് എടുക്കാൻ. അപ്പോൾ 10 10 തന്നെയല്ലേ ഇവിടെ. ഇപ്പൊ 2 വർഷം നോക്കിയേ, 10 + 10 20.
20 പ്ലസ് 10 ഇൻറ്റു 10 എത്രയാ 100. 100/100 1. 20 പ്ലസ് 1 21%. ഇനി 2 വർഷത്തെ കിട്ടി. ഇനി എന്ത് ചെയ്യാം? അതിനെ കൊണ്ട് ചെയ്യാം മൂന്നാമത്തെ വർഷത്തെ ചെയ്യാം. 21 പ്ലസ് 10 അല്ലേ പിന്നെയും 10 പ്ലസ് 21 into 10 divided by 100%. 21 പ്ലസ് 10 31 പ്ലസ് 21 into 10 നോക്കി 210 divided by 100 എന്ത് വരും 0 ഒരു ഡെസിമൽ പ്ലേസ് വരും 2.1. 31 പ്ലസ് 2.1 എത്രയാ 33.1%. ഇങ്ങനെയും നമുക്ക് എടുക്കാം, ഒരു പ്രശ്നവുമില്ല. പക്ഷെ എന്ത് ചെയ്യുക, നിങ്ങളുടെ ആ ഒരു കാൽക്കുലേഷൻ സ്പീഡ് ആക്കിക്കൊണ്ടേ ഇരിക്കുക. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആണല്ലോ? ഈ ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഇക്വേഷൻ ആരും മറന്നു പോകരുത്. ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ്. നിങ്ങൾക്ക് എവിടെയെങ്കിലും വിട്ടു പോവുകയാണെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഇക്വേഷൻസ് ആയിരിക്കും. ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഇക്വേഷൻസ് ആയിരിക്കും. ഓക്കെ ഓക്കെ, ഇവിടെ നോക്കി. ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 33.1% കിട്ടി. ഇവരുടെ ഡിഫറൻസ് അല്ലേ ഈ പറഞ്ഞിരിക്കുന്നത്? എത്രയാ 3.1% ആണല്ലോ. 3.1% എന്ന് വെച്ചാൽ എന്താ 155. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിനെയും സിമ്പിൾ ഇൻട്രസ്റ്റിനെയും 10 വർഷം പലിശയുടെ വ്യത്യാസമാണ് 155. നോക്കി, അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രിൻസിപ്പളായ 100% എത്രയാണെന്ന് കണ്ടുപിടിക്കാം. 3.1 ഇൻറ്റു 50 അല്ലേ ഈ 155 ആണല്ലോ. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, 1% കണ്ടുപിടിക്കുക. 1% എന്ന് വെച്ചാൽ എന്താ 155 ഡിവൈഡ് ബൈ 3.1. ഈ സ്റ്റെപ്പ് ഒഴിവാക്കണം. അതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് എടുത്തത്. 100 ഇൻറ്റു 50 എന്ത് വരും? 50 പിന്നെ 2 0 കഴിയും. ഇത്രയേ ഉള്ളൂ. ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ? പക്ഷേ ഇത് നിങ്ങൾ ഈ ഒരു മോഡൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു മോഡലാണ്. ഈ ഒരു മോഡൽ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ 3 വർഷത്തെ വാല്യൂസ് എന്താണെന്നുള്ളത് പഠിച്ചു വെക്കുക. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2 വർഷം 3 വർഷം ആ ഒരു കാലയളവിലുള്ളത് പഠിച്ചു വെക്കുക. നോക്കിയേ, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, സിമ്പിൾ ഇൻട്രസ്റ്റ്, ഡിഫറൻസ് എഴുതാം. നിങ്ങൾ നോട്ട് ചെയ്ത് പോകണം കേട്ടോ. ബുക്കിൽ എവിടെയെങ്കിലും നോട്ട്സ് ആയിട്ട് എഴുതി പോകണം. ഇതിന്റെ ചെയ്യുന്നതിന് കൂടെ എഴുതുന്നത് 5% ആണെങ്കിൽ 3 വർഷം കഴിഞ്ഞാൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്താകും? 15.76%. പഠിച്ചു വെക്കുക, കാണാതെ പഠിച്ചു വെക്കുക. സിമ്പിൾ ഇൻട്രസ്റ്റ് എന്താ 15%. 5 into 3. അപ്പൊ ഇതിന്റെ ഡിഫറൻസ് എന്താ 0.76%. അതായത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മൈനസ് സിമ്പിൾ ഇൻട്രസ്റ്റ്. ഓക്കെ ഓക്കെ. ഇനി 10% എത്രയാ? 3 വർഷം കഴിയുമ്പോൾ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു 33.1%. അപ്പൊ 3 വർഷം കഴിയുമ്പോൾ എത്ര? 30%. ഡിഫറൻസ് എത്രയാ? 3.1%. ഇനി 15%, 15% എത്രയാ? 3 വർഷം കഴിയുമ്പോൾ 52.08%. 3 വർഷം കഴിയുമ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റോ 45%. ഡിഫറൻസ് എത്രയാ? 7.08%. ഇനി 20% ആണെങ്കിലോ 3 വർഷം കഴിയുമ്പോൾ എത്രയാ? 72.80% ആയിരിക്കും. സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ എത്ര വരും? 60%. 20 × 3 60%. അപ്പൊ എത്ര എവിടെ വരുന്ന ഡിഫറൻസ് വ്യത്യാസം? 12.08%. ഇതങ്ങ് പഠിച്ചു നോക്കുക. മിനിമം ഇതെങ്കിലും പഠിച്ചു നോക്കുക. നിങ്ങൾ ചെയ്യാൻ നിൽക്കരുത്, ചെയ്യാൻ സമയമെടുക്കും. എന്ത് ചെയ്യാം, ഇതെങ്കിലും ഡയറക്റ്റ് ആയിട്ട് പഠിച്ചു നോക്കുക. വേറെ ഒന്നും പഠിച്ചില്ലെങ്കിൽ എന്താ, കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ മാത്രം വാല്യൂസ് പഠിച്ചു വെച്ചാൽ മതി. സിമ്പിൾ നമുക്ക് കിട്ടും. പിന്നെ അതിന്റെ ഡിഫറൻസ് എടുത്ത് പോയാൽ മതി. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ ഇത് നോട്ട് ചെയ്ത് വെക്കുക, നല്ലോണം പഠിക്കാം. അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കി, അടുത്ത ക്വസ്റ്റ്യൻ. A merchant sells 2 antique vases for 14,999 each. On the first vase, he makes a profit of 20%, and on the second vase, he suffers a loss of 20%. What is the overall net profit or loss percentage in the entire transaction? 20% ആണ്. 20% എന്ന് വെച്ചാൽ 400 divided by 100 പോകും, 0 പോയി, minus 4%, അതായത് 4% ലോസ്. ആൻസർ കിട്ടി, 4% ലോസ്. ഇത്രയേ ഉള്ളൂ. എടാ നോക്കി, ഈ ക്വസ്റ്റ്യൻ ഒക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടിയുള്ള ഒരു ഫാക്ടർ ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മെർച്ചന്റ് സെൽ 2 ആന്റിക് വേസസ് ഫോർ റുപ്പീസ് 14,999 ഈച്ച്. ഓരോ വേസും എത്ര രൂപയ്ക്കാണ് വിറ്റത്? 14,000. വേസ് എന്ന് വെച്ചാൽ എന്താ, ആ ഒരു എന്താ പറയുന്നത്, ബൗളായിട്ട് കൺസിഡർ ചെയ്താൽ വേസ്, ഫ്ലവർ വേസ് ഒക്കെ ഇല്ലേ, അത് ചിന്തിച്ചാൽ മതി. 14,999 ഓരോന്നും വിറ്റു. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ വേസിൽ എന്തുണ്ടായി? 20% ലാഭം ഉണ്ടായി. രണ്ടാമത്തേതിലോ 20% നഷ്ടം ഉണ്ടായി. 20% ലാഭം, 20% നഷ്ടം. അങ്ങനെയാണെങ്കിൽ മൊത്തത്തിൽ ഈ രണ്ട് ട്രാൻസാക്ഷനിലൂടെ മൊത്തത്തിൽ പുള്ളി എത്രയാണ് പ്രോഫിറ്റ് അല്ലെങ്കിൽ
നഷ്ടം, പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ഉണ്ടായത് ഈ മൊത്തം ട്രാൻസാക്ഷനിലൂടെ. ഇതാണ് ചോദ്യം. നിങ്ങൾ ഒന്നും ആലോചിക്കേണ്ട. ഇങ്ങനെ സെയിം പ്രോഫിറ്റും സെയിം പെർസെന്റേജ് പ്രോഫിറ്റും സെയിം പെർസെന്റേജ് ലോസും ആണ് എങ്കിൽ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, a square divided by 100 എപ്പോഴും എന്തായിരിക്കും, ലോസ് ആയിരിക്കും. അല്ലെങ്കിൽ ഒരു മൈനസ് കൊടുക്കുക, മൈനസ് ബ്രാക്കറ്റിനകത്ത് a square divided by 100. ക്ലിയർ ആണോ? എപ്പോൾ ലോസ് ആയിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് എന്താ 20% പ്രോഫിറ്റും 20% ലോസും ആണ് വന്നിരിക്കുന്നത്. അപ്പൊ എന്താ 20 സ്ക്വയർ ഡിവൈഡഡ് ബൈ 100 എത്രയത്, 400 ഡിവൈഡഡ് ബൈ 100 പോയി. ഇപ്പൊ എന്ത് വരും, 4% എന്താ വരുന്നേ, ലോസ്. എപ്പോഴും എന്തായിരിക്കും, നഷ്ടമായിരിക്കും. പെട്ടെന്ന് കിട്ടുന്ന ആൻസർ ആണെന്ന് എന്ന് വെച്ചാൽ എന്താ, കൺഫ്യൂസ്ഡ് ആവരുത്, സമയം കളയരുത്, പെട്ടെന്ന് അടിക്കുക. ഇതിൽ 36 സെക്കൻഡ് പോലും നിങ്ങൾക്ക് വരില്ല. ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ കിട്ടിയാൽ 36 സെക്കൻഡിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടും. അതുകൊണ്ട് അത് ചിന്തിച്ച് മാത്രം ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തൊരു ട്രിഗണോമെട്രിയുടെ ഒരു ചോദ്യമാണ്. sin a minus cos a equal to 1/5. Then find sin 2a. ഓക്കെ, ഈ ഓപ്ഷൻ ഞാൻ എടുത്ത് എഴുതാം. ഈ ഓപ്ഷൻ എന്ന് പറയുന്നത് 24 ഡിവൈഡഡ് ബൈ 25 ആണ്. 24 ഡിവൈഡഡ് ബൈ 25 ആണ്. ഓക്കെ, sin a minus cos a എന്ന് പറയുന്നത് 1/5 ആണ്. അങ്ങനെയാണെങ്കിൽ എന്താ, sin 2a കണ്ടുപിടിക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇങ്ങനെ നിങ്ങൾ ട്രിഗണോമെട്രിയിൽ വരികയാണെങ്കിൽ ഒന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ ആംഗിൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ട്രിപ്ലെറ്റ് ഫോം ചെയ്യുക. ഇവിടെ 1/5 ആണ് ഈ രണ്ട് വാല്യൂസ് കുറയ്ക്കുമ്പോൾ കിട്ടുന്നത് ആണല്ലോ. അപ്പോൾ എന്ത് ചെയ്യുക, ട്രിപ്ലെറ്റിന്റെ ഐഡിയ, അതായത് പൈതഗോറിയൻ ട്രിപ്ലെറ്റ്സിന്റെ ഐഡിയ നിങ്ങളുടെ മൈൻഡിൽ പോവുക. ഓക്കെ, ഞാൻ ഒരു ട്രയാങ്കിൾ വരച്ചു. ഞാൻ അതിന് എന്ത് ചെയ്തു, 3, 4, 5 എന്ന് പറയുന്ന ട്രിപ്ലെറ്റ്സ് കൊടുത്തു. ഇവിടെ ഞാൻ എ കൊടുത്തു. കഴിഞ്ഞു. എനിക്ക് ആൻസർ ആയി. ഇതിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായി എന്താ എന്റെ ആൻസർ ആയി. നോക്കി, ഞാനൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കട്ടെ, ഇത് കറക്റ്റ് ആണോ. sin a എന്താ, അപ്പൊ എന്ത് വരും, ഞാൻ ചെക്ക് ചെയ്യാം. ഓപ്ഷൻ അല്ലെങ്കിൽ വാല്യൂസ് ചെക്ക് ചെയ്യാം. sin a എന്താ, ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, അതായത് എന്താ 4/5. cos a എന്താ, അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, അതായത് 3/5 ഈക്വൽ ടു 1/5 ആണോ നോക്കിയാൽ മതി. എന്റെ ആൻസർ അവിടെ ആയി. നോക്കി, 4 - 3 ഡിനോമിനേറ്റർ സെയിം ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യാം, ന്യൂമറേറ്റേഴ്സ് തമ്മിൽ മൈനസ് ചെയ്യുക. 4 - 3 എന്താ, 1/5. ആൻസർ ആയി. ഇപ്പൊ എന്റെ ട്രിപ്ലെറ്റ്സ് എന്താ, 3, 4, 5 ആണ് എന്റെ ട്രിപ്ലെറ്റ്. 3, 4, 5 ആണ് എന്റെ ട്രിപ്ലെറ്റ്സ് വരുന്നത്. ഓക്കെ, കഴിഞ്ഞു, ആൻസർ കഴിഞ്ഞു. ഇനി sin 2a എന്തെടുക്കാം, sin 2a എന്ന് പറഞ്ഞാൽ എന്താ, sin 2a എന്ന് പറഞ്ഞാൽ 2 sin a cos a ആണ്. 2 sin a cos a ആണ്. ഇക്വേഷൻ ആണ്, പഠിച്ചു വെക്കുക. sin 2a എന്ന് പറഞ്ഞാൽ 2 sin a cos a. ഈ ആൻസർ ആയല്ലോ. ഇനി sin 2a എന്ന് പറഞ്ഞാൽ എന്താ, 2 into sin a ഓൾറെഡി നമുക്ക് കിട്ടി എന്താ, 4/5 into cos a എന്താ, cos a എന്താ നടക്കുന്നു, 3/5. കൺഫേം ചെയ്തല്ലേ നമ്മള്. ഓക്കെ, ഇനി എങ്ങനെ ആൻസർ, ഇനി ആൻസർ വരുന്നേ, മൾട്ടിപ്ലൈ ചെയ്യാം. 2 into 4 into 3, 2 into 4 8, 8 into 3 24, 24/25. ഫസ്റ്റ് ഓപ്ഷൻ ആൻസർ ഉണ്ട്. ക്ലിയർ ആണോ? ഇപ്പോൾ ട്രിപ്ലെറ്റ്സിന്റെ പൈതഗോറിയൻ ട്രിപ്ലെറ്റ്സ് നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കുക. ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ട്രിപ്ലെറ്റ്സ് എങ്ങനെ കാണേണ്ടതെന്ന് എളുപ്പവഴി നമ്മൾ പറഞ്ഞു തന്നു. വേണമെങ്കിൽ ഒന്നുകൂടെ പറയാം. ഓക്കെ, പൈതഗോറിയൻ ട്രിപ്ലെറ്റ് എങ്ങനെയാണ് എടുക്കേണ്ടത് ഞാനൊന്ന് പറഞ്ഞുതരാം. 3, 4, 5 ഒരു ട്രിപ്ലെറ്റ് ആണ്. ഓക്കെ, ഇതിന്റെ ഏറ്റവും ചെറിയ നമ്പർ ഏതാ, 3 അല്ലേ. 3ന്റെ സ്ക്വയർ എടുക്കുക, എത്രയാ, 9. 9നെ 1 ഡിഫറൻസ് വരുന്ന രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യുക. അപ്പൊ എന്ത് വരും, 4, 5. അപ്പൊ നമ്മുടെ ട്രിപ്ലെറ്റ് എന്താ, 3, 4, 5. 3, 4, 5 ആണ് നമ്മുടെ ട്രിപ്ലെറ്റ്. ഇത് ഓഡ് നമ്പറിന്റെ കേസിലാണ് പറഞ്ഞത്. അടുത്തൊരു ഓഡ് നമ്പറോട് ചെക്ക് ചെയ്യാം. ഓക്കെ, 5 നോക്കി, 5 ഏറ്റവും ബേസ്, ഏറ്റവും മിനിമം നമ്പർ 5 ആണെന്ന് വെച്ചോ. ഓക്കെ, അതിന്റെ ബാക്കി ട്രിപ്ലെറ്റ് കണ്ടുപിടിക്കണം. ഓക്കെ, 5 സ്ക്വയർ എന്ന് വെച്ചാൽ എന്താ, നമുക്കറിയാം 25. ഇതിനെ 1 ഗ്യാപ്പ് വരുന്ന രീതിയിൽ, എപ്പോഴും ശ്രദ്ധിക്കുക, 1 ഗ്യാപ്പ് വരുന്ന രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യുക. ഇപ്പൊ എന്ത് വരും, 12ഉം 13ഉം അല്ലേ, 12 + 13 അല്ലേ, എന്ത് 25 ആണല്ലോ. ഇപ്പൊ എന്താ നമ്മുടെ ട്രിപ്ലെറ്റ്, 5, 12, 13. ഈ 7 ബേസ് വരികയാണെങ്കിലോ സെയിം മെത്തേഡ് തന്നെ, 7 സ്ക്വയർ ചെയ്യുക, 49. 1 ഗ്യാപ്പ് വരുന്ന രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് വരും ഇവിടെ, 24, 25. നോക്കി, 24 + 25 അല്ലേ 49. അപ്പൊ നമ്മുടെ ട്രിപ്ലെറ്റ് എന്താ, 7, 24, 25. ഇനി ഒരു ഈവൻ നമ്പർ നോക്കാം നമുക്ക്. ഒരു ഈവൻ നമ്പർ 8 എന്ന് പറയുന്ന ഈവൻ നമ്പർ, സെയിം മെത്തേഡ് തന്നെ. ഏറ്റവും ബേസ് നമ്പർ 8 ആണെങ്കിൽ എങ്ങനെ ട്രിപ്ലെറ്റ് ആണെന്നാണ് പഠിക്കുന്നത്. 8 സ്ക്വയർ എടുക്കുക.
64. ഇവിടെ വരെ ശരിയാ. പക്ഷെ എന്ത് ചെയ്ത് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യരുത്. ഇതിനെ ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്താ കിട്ടുന്നത്? 32. 32നെ 2 ഗ്യാപ്പ് വരുന്ന രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യുക. ക്ലിയർ ആണ്? ഇവിടെ ഒരു ഗ്യാപ്പാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത്, ഇവിടെ 2 ഗ്യാപ്പ് വരുന്ന രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യുക. എന്ന് വെച്ചാൽ എന്ത് ചെയ്യുക? ഈ 2 അങ്ങ് കുറയ്ക്കുക. 32 2 വർഷം എന്താ 30. അതിന്റെ പകുതി എടുക്കുക. എത്രയാ? 15. ഇനി എന്ത് ചെയ്യുക? 15ന് 2 കൂടുതലുള്ള വാല്യൂ കണ്ടുപിടിക്കുക. എത്രയാ? 17. ഓക്കെ, നമ്മുടെ ട്രിപ്ലെറ്റ് ആയി. എത്ര ട്രിപ്ലെറ്റ്? 8 15 17. ഇങ്ങനെ ബേസ് നമ്പർ 20 വരെ, ഏറ്റവും മിനിമം നമ്പർ 20 വരെ നിങ്ങൾക്ക് ഇങ്ങനെ എടുത്ത് പോകാം. ബാക്കി നിങ്ങൾ കാണാതെ പഠിക്കണം. ട്രിപ്ലെറ്റ്സ് പറ്റുന്നവർ കാണാതെ പഠിക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? പെട്ട് പോവുകയാണെങ്കിൽ ഇതിലുണ്ട് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ദിവസത്തിലേക്ക് പോകാലോ. ഓക്കെ, അടുത്ത ദിവസം an article is marked 40% above cost price. If a discount of 10% is given on the marked price, then find the profit percentage. അവിടെ ഒന്നുമില്ല. 40% എന്ന് പറഞ്ഞാൽ എന്താ? 2/5 ആണ്. ഓക്കെ, റേഷ്യോ നമുക്ക് ചെയ്യാം. 10% 1/5. ഇത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അവിടെ കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് CP-യും SP-യും കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും എങ്ങനെ കണ്ടുപിടിക്കാം? ഓക്കെ, 40% above കോസ്റ്റ് പ്രൈസ്, അതായത് 5 ആയിരുന്നു, എന്തായി? 2 കൂടി 7 ആയി. ഇനി എന്താ സംഭവിച്ചത്? അതിന് മുകളിൽ ഡിസ്കൗണ്ട് കൊടുത്തു. അതായത് 5-10% ഡിസ്കൗണ്ട് കൊടുത്ത് 5 ആയിരുന്നു 6 ആയി. നോക്കി അപ്പൊ ഇവിടെ എന്താ വരുന്നത്? ഓക്കെ, സോറി, 10% 1/10 ആണ്. സോറി, 1/10 ആണ്. അപ്പൊ 10 ആയിരുന്നത് എന്തായി? 11 ആയി. 10 ആയിരുന്നത് 11 ആയി. 5 × 10 50. 7 സോറി 5 ആയിരുന്നു 9. കുറെ ഇലേസ് ചെയ്തേ. സോറി, കുറെ ഇലേസ് ചെയ്തേ. 7 × 9 എത്രയാ? 63. നോക്കി, കോസ്റ്റ് പ്രൈസ് നമുക്ക് കിട്ടി, സെല്ലിംഗ് പ്രൈസ് നമുക്ക് കിട്ടി. ഇത്രയേ ഉള്ളൂ. ഈ റേഷ്യോ ആണ് കോസ്റ്റ് പ്രൈസ് സെല്ലിംഗ് പ്രൈസ് റേഷ്യോ. ഇനി എന്ത് ചെയ്യുക? പ്രോഫിറ്റ് പെർസെന്റേജ് കണ്ടുപിടിക്കുക. എത്രയാണ് പ്രോഫിറ്റ്? 13 അല്ലേ? പ്രോഫിറ്റ് പെർസെന്റേജ് എന്ന് വെച്ചാൽ എന്താ? പ്രോഫിറ്റ് ബൈ കോസ്റ്റ് പ്രൈസ് 50 × 100%. അപ്പൊ എന്ത് വരും? ഓക്കെ, 13 × 2 26%. അല്ലെങ്കിൽ ഇതല്ലാന്നുണ്ടെങ്കിൽ ഇതൊന്നും ചെയ്യണ്ട. നോക്കി, ഇതിലല്ലേ നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കോസ്റ്റ് പ്രൈസിൽ നിന്നല്ലേ നമുക്ക് പ്രോഫിറ്റും എല്ലാം കിട്ടേണ്ടതാണല്ലോ. കോസ്റ്റ് പ്രൈസ് എത്രയാ? 100 എടുക്കേണ്ടത്. എന്ത് ചെയ്യാം? 50നെ എന്ത് ചെയ്താൽ 100 ആക്കാം? 2 ചെയ്താൽ 100 ആക്കാം. അപ്പൊ എത്രയാ? 100 ആയി. ഇവിടെ എന്ത് ചെയ്യുക? ഈ പ്രോഫിറ്റിനെ 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുക. അത്രയേ ഉള്ളൂ. എത്രയാ? 26. നോക്കി, കോസ്റ്റ് പ്രൈസ് 100 ആയപ്പോ പ്രോഫിറ്റ് എത്രയാ? 26. അപ്പൊ എത്രയാ നമ്മുടെ പ്രോഫിറ്റ് പെർസെന്റേജ്? 26%. ഇത്രയേ ഉള്ളൂ. കോസ്റ്റ് പ്രൈസ് 100 എന്നുള്ള വാല്യൂ എടുത്താൽ എത്രയാ? പ്രോഫിറ്റ് അല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസ്. ഇതാണ് എന്ത്? പ്രോഫിറ്റ് കിട്ടുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പൊ നമ്മുടെ 26% ആണ് നമ്മുടെ പ്രോഫിറ്റ് വരിക. ക്ലിയർ ആണല്ലോ? ഓക്കെ, അടുത്ത ദിവസത്തിലേക്ക് പെട്ടെന്ന് പോവാം. അടുത്തൊരു ജോമെട്രിയുടെ ക്വസ്റ്റ്യൻ. നല്ല ചോദ്യമാണ്, ഇടയ്ക്കിടയ്ക്ക് കാണാറുള്ള ചോദ്യമാണ്. From an external point P, a tangent PT is drawn to a circle with center of PT 12, PO 13. Find the radius of circle. ഇത്രയേ ഉള്ളൂ. ഒരു സർക്കിൾ P എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ഒരു ടാൻജന്റ് ഇതിന് മുകളിലേക്ക് വരയ്ക്കുക. PT ആണല്ലോ, PT ആണല്ലോ അതിന്റെ ടാൻജന്റ്. വരച്ചു. എന്നിട്ട് എന്ത് ചെയ്യുക? O എന്ന് പറയുന്നതാണ് സെന്റർ. ഈ സെന്ററിലേക്ക് പിയിൽ നിന്ന് പോയിട്ട് വന്ന് അത് പറയുന്നുണ്ട് PT 12, PO 13. അങ്ങനെയാണെങ്കിൽ എന്ത് കണ്ടുപിടിക്കുക? ഫൈൻഡ് ദ റേഡിയസ്. സർക്കിളിന്റെ റേഡിയസ് കണ്ടുപിടിക്കുക. ഒന്നുമില്ല, ഒരൊറ്റ തിയറിയിൽ കാര്യം കഴിയും. നോക്കി, ഇങ്ങനെ ഒരു ടാൻജന്റ് ഒരു പോയിന്റിൽ നിന്ന് ഒരു ടാൻജന്റ് ഒരു സർക്കിളിലേക്ക് വന്നാൽ ഒരു പോയിന്റിൽ മാത്രമേ ഈ സർക്കിളിന്റെ സർക്കംഫറൻസിൽ ആ ഒരു ടാൻജന്റ് ടച്ച് ചെയ്യും. ഇനി സർക്കിളിന്റെ സെന്ററിൽ നിന്ന് ആ ഒരു പോയിന്റിലേക്ക് ഒരു ലൈൻ വരച്ചാൽ ഇവിടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. ഇത്രയേ ഉള്ളൂ. ഇവിടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ നോക്കിയേ, ഒരു റൈറ്റ് ട്രയാംഗിൾ ആയില്ലേ? നോക്കിയേ, റൈറ്റ് ട്രയാംഗിളിന്റെ ഹൈപ്പോട്ടന്യൂസ് 13, ഒരു സൈഡ് 12. ഈ സൈഡ് എത്രയാ? പൈതഗോറിയൻ ട്രിപ്ലെറ്റ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പൈതഗോറിയൻ ട്രിപ്ലെറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഏതാ ഇവിടെ പൈതഗോറിയൻ ട്രിപ്ലെറ്റ് വരുന്നത്? നോക്കിയേ, 5 അല്ലേ? 5, 12, 13 അല്ലേ ഇതിന്റെ മാച്ച് ചെയ്യുന്ന ട്രിപ്ലെറ്റ്. അപ്പൊ നമ്മുടെ റേഡിയസ് എത്രയാ? 5. ഇത്രയേ ഉള്ളൂ. കഴിഞ്ഞു. പെട്ടെന്ന് ആൻസർ കിട്ടി. വലിയ ക്വസ്റ്റ്യൻ ആവും, ചിന്തിക്കേണ്ട. 5 ഓപ്ഷനിലുണ്ട്. 5 ആണ് നമ്മുടെ ആൻസർ. ക്ലിയർ ആണല്ലോ? ഒരു തിയറി മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഒരു പോയിന്റിൽ, വെളിയിൽ ഒരു പോയിന്റിൽ നിന്ന് സർക്കിളിലേക്ക് ഒരു ടാൻജന്റ് വരികയാണെന്ന് പറഞ്ഞാൽ അതിന്റെ സർക്കംഫറൻസിൽ ഒരു പോയിന്റിലായിരിക്കും, ഒരൊറ്റ പോയിന്റിലേ അത് ടച്ച് ചെയ്യൂ. ആ പോയിന്റിലേക്ക് നമ്മുടെ സർക്കിളിന്റെ സെന്ററിൽ നിന്ന് ഒരു ലൈൻ വരച്ചാൽ അവിടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. ഇപ്പൊ റൈറ്റ് ട്രയാംഗിൾ മേക്ക് ചെയ്യും. 2 സൈഡ് ഉണ്ടെങ്കിൽ 3-ാം സൈഡ് കണ്ടുപിടിക്കാൻ എന്താ? ട്രിപ്ലെറ്റ് ഭൂമി അല്ലെങ്കിൽ പൈതഗോറിയൻ തിയറം ഇട്ട് കൊടുക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ടൈം സ്പീഡ് ഡിസ്റ്റൻസിലെ ഒരു ക്വസ്റ്റ്യൻ. A person covers certain distance in 10 hours. Okay. If his speed increased by 8 km/h, he takes 4 hours less. Then find the distance. Okay. ഒരു
ഒരു ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ ഇത് ഡിസ്റ്റൻസ് ആയിരിക്കട്ടെ 10 മണിക്കൂർ എടുക്കും. 10 മണിക്കൂർ എടുക്കും. പിന്നെ അയാൾ എന്ത് ചെയ്തു? അയാൾ നോർമലി പോകുന്ന സ്പീഡിൽ നിന്നും എത്ര കൂട്ടി? 8 km/h കൂട്ടി. പ്ലസ് 8 km/h. മുമ്പേ പോകുന്ന ഏതാണ് സ്പീഡ് അതിൽ എന്ത് കൂട്ടി? 8 km/h കൂട്ടിയപ്പോൾ എന്ത് ചെയ്തു? 4 മണിക്കൂർ കുറവേ എടുത്തോളൂ. മുമ്പേ 10 മണിക്കൂർ എടുത്തു, ഇപ്പൊ അതിന്റെ 4 മണിക്കൂർ കുറവേ എടുത്തോളൂ. അപ്പൊ എത്ര മണിക്കൂർ എടുത്തേ? 6 മണിക്കൂർ മാത്രമേ എടുത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം? ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. അതൊന്നുമില്ല, ഡിസ്റ്റൻസ് ഇവിടെ സെയിം ആണ്. രണ്ട് കണ്ടീഷനിലും ഡിസ്റ്റൻസ് സെയിം ആണ്. അപ്പൊ എന്ത് ചെയ്യാം? സ്പീഡ് വിൽ ബി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടൈം ആയിരിക്കും. ഇത് അറിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. നോക്കിയില്ലേ, ഇവിടെ നോക്കി യൂഷ്വലി എടുക്കുന്ന ടൈമും സ്പീഡ് കൂടിയപ്പോൾ എടുക്കുന്ന പുതിയ കാര്യം. ഓക്കെ, നമുക്ക് ആദ്യം ടൈം തന്നെ കൊടുക്കാം. ആദ്യം എത്ര സമയം എടുത്തിരുന്നു? 10. ഇപ്പൊ എത്ര സമയം എടുത്തോളൂ? 4 മണിക്കൂർ പറഞ്ഞ 6 മണിക്കൂർ. അപ്പൊ ഇതിന്റെ റേഷ്യോ എത്രയാ? 2 കൊണ്ട് കട്ട് ചെയ്യാം. 5:3 ആണ് റേഷ്യോ. നോക്കി, അപ്പൊ സ്പീഡിന്റെ റേഷ്യോ ഡിസ്റ്റൻസ് സെയിം ആണ്, സ്പീഡിന്റെ റേഷ്യോ എന്താവും? നേരെ ഇൻവേഴ്സ് ആവും. ഇവിടെ 5:3 ആയിരുന്നുവെങ്കിൽ ടൈമിന്റെ 5:3 ആണ്, സ്പീഡ് എന്താ? 3:5 ആകും. ഇവിടെ കഴിഞ്ഞു. നോക്കിയേ, ഈ 3 ആയിരുന്ന സ്പീഡ് 5 ആവാൻ കാരണം എന്താ? 8 km/h കൂട്ടിയതല്ലേ? നോക്കിയേ, 3-ൽ നിന്നും 5-ലേക്ക് പോകാൻ എത്ര യൂണിറ്റാ? 2 യൂണിറ്റ് ഇൻക്രീസ് വന്നത് എന്തുകൊണ്ടാ? ഈ 8 km/h ആണ്. അപ്പൊ 1 യൂണിറ്റ് എത്രയാടേ? 4 km/h. ഇനി നമുക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? നോക്കി, യൂഷ്വലി പോകുന്ന സ്പീഡ് എത്രയാ? 3 യൂണിറ്റ് അല്ലേ? ഇപ്പൊ 3 യൂണിറ്റ് എത്ര? 1 യൂണിറ്റ് 4 ആണെങ്കിൽ 3 യൂണിറ്റ് എന്താ? 12 km/h. അപ്പൊ നമ്മുടെ ഡിസ്റ്റൻസ് എന്ത് വരും? നോക്കി, 10 മണിക്കൂർ 12 km/h. ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു എന്താ? സ്പീഡ് ഇൻറ്റു ടൈം അല്ലേ? സ്പീഡ് എത്രയാ? 12 km/h ഇൻറ്റു ടൈം എത്ര എടുത്തു? 10 അവർ. 12 × 10 എത്രയാ? 120 km. ഓപ്ഷനിൽ ആൻസർ ഉണ്ട്. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഇവിടെ ഇട്ട് കൊടുക്കാം. 1 യൂണിറ്റ് 4 km/h ആണ്. ഇപ്പോൾ എത്ര യൂണിറ്റ് സ്പീഡിലാണ് പോകുന്നത്? 5 യൂണിറ്റിൽ. 5 എന്ന് പറഞ്ഞാൽ എന്താ? 10. 1 യൂണിറ്റ് 4 km/h. 5 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? 20 km/h. അപ്പൊ ഡിസ്റ്റൻസ് എന്ത് വരും? അതിന്റെ ടൈം എത്രയാ? 6 മണിക്കൂർ. 20 × 6 എത്ര വരും? അവിടെയും 120. റേഷ്യോയിലാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ബേസിക് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എന്ത് ചെയ്യാം? റേഷ്യോ മറക്കാതിരിക്കാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നോക്കിയിടേ, അപ്പൊ നിങ്ങളോട് ആലോചിക്കണം. പൈ ആണ് കിടക്കുന്നത്, നമുക്കിപ്പോ ചെയ്തെടുത്തേ പറ്റും. ഷോർട്ട് ട്രിക്ക് ഒന്നും നമുക്കിവിടെ വർക്ക് ആകില്ല, ചെയ്തെടുത്തേ പറ്റും. ഓപ്ഷൻസ് എല്ലാം എന്താ? നോക്കി, ഓപ്ഷൻസ് എല്ലാം അടുത്തുള്ള ഓപ്ഷൻസ് ആണ്. അതുകൊണ്ട് നമുക്ക് ചെയ്തെടുത്തേ പറ്റും. അല്ലെങ്കിൽ ആദ്യത്തെ പാർട്ടെങ്കിലും നോക്കി, 60, 65, 40, 50 ആദ്യത്തെ പാർട്ട് ചെയ്തെടുത്തേ പറ്റും. നോക്കി, ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ സെഗ്മെന്റ് ഫോംഡ് ബൈ എ കോർഡ് in a circle of radius 12 cm with the angle subtended at the center is 150 degree. Okay, നമുക്കൊരു സർക്കിൾ വരയ്ക്കാം. What is the area subtended? Area of segment formed by a chord. ഇതാ ഒരു കോഡ് ഞാൻ വരച്ചു. Area of segment formed by a chord ആണ്. Okay, ആ ഒരു സെഗ്മെന്റ് ഈ ഒരു സെഗ്മെന്റ് ആണ്. ഒരു കോഡ് മൂലം സെന്ററിൽ ഇങ്ങനെ വന്നു. Okay, by a chord in a circle of radius 12 cm. റേഡിയസ് എത്രയാ? 12. അതാണ് സെന്ററിലേക്കാണ് ഞാൻ വരച്ചത്. 12 cm. With angle subtended at the center is, ഇത് ഈ ഒരു കോഡ് നടുക്ക് മേക്കുന്ന ആംഗിൾ എത്രയാ? 150 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ എന്ത് കണ്ടുപിടിക്കുക? വാട്ട് ഈസ് ഏരിയ? ഈ ഒരു പാർട്ട്, ഈ ഒരു സെഗ്മെന്റ്, ഇതാണ് സെഗ്മെന്റ്. ഇത്രയുമാണ് എന്ത്? സെഗ്മെന്റ് വരിക. ഇത്രയുമാണ് സെക്ടർ വരിക. ഇതാണ് ഈ ചെറിയ പാർട്ടാണ് സെഗ്മെന്റ്. ഓക്കെ, സെഗ്മെന്റ്. അപ്പൊ ഈ ഒരു ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, എങ്ങനെ കണ്ടുപിടിക്കാതെ? നോക്കി, ഏരിയ ഓഫ് സെഗ്മെന്റ് എന്ന് പറയുന്നത് എന്താ? നോക്കി, ഈ ഒരു സെക്ടറിന്റെ ഏരിയ, അതായത് നോക്കി, ഈ ഒരു സെക്ടറിന്റെ ഏരിയ, അതിൽ നിന്നും ഈ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ കുറച്ച് കളയുന്നതല്ലേ? കഴിഞ്ഞില്ലേ? ഏരിയ ഓഫ് സെഗ്മെന്റ് എന്ന് പറയുന്നത് എന്താ? ഏരിയ ഓഫ് സെക്ടർ മൈനസ് ഏരിയ ഓഫ് എന്ത്? ട്രയാങ്കിൾ. ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. ഏരിയ ഓഫ് സെക്ടർ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? നോക്കിയേ, ഒരു സർക്കിൾ ആണ്, 360 ഡിഗ്രി വരുന്ന ഒരു സർക്കിൾ ആണല്ലോ. സർക്കിളിന് 360 ഡിഗ്രി തന്നെയല്ലേ? ആ സർക്കിളിന്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? പൈ ആർ സ്ക്വയർ അല്ലേ? ആണല്ലോ, പൈ ആർ സ്ക്വയർ. പക്ഷെ നമുക്ക് ഈ മൊത്തം 360 ഡിഗ്രിയുടെയും എന്ത് ഏരിയ വേണ്ട, നമുക്ക് ആ ചെറിയൊരു പോർഷന്റെ മതി. ഏതാ ചെറിയ പോർഷൻ? 180 ഡിഗ്രി ആംഗിൾ വരുന്ന ആ ഒരു ചെറിയ പോർഷന്റെ എന്ത് മതി? ഏരിയ മതി. അപ്പൊ എന്ത് ചെയ്യുക? ഇൻറ്റു എത്രയാണോ ആംഗിളിന്റെ വേണ്ടത്? 150 ഡിഗ്രി അല്ലേ? നമുക്ക് 150 ഡിഗ്രി ഡിവൈഡ് ബൈ എന്താ? 360 ഡിഗ്രി. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ ഏരിയ ഓഫ് സെക്ടർ. ഇനി 60 ഡിഗ്രി വന്നാൽ എന്താ? 60/360.
ഇനി 220 ഡിഗ്രി പറഞ്ഞാൽ എന്താ 220/360 അത്രേ ഉള്ളൂ. ഏരിയ ഓഫ് സെക്ടർ കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ് ഡയറക്ട്ലി. ഓക്കെ, അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കാം? പൈ ആർ സ്ക്വയർ ഇൻറ്റു എന്ത് 150 ഡിഗ്രി ഡിവൈഡഡ് ബൈ 360 ഡിഗ്രി കഴിയും. ഏരിയ സെക്ടർ കിട്ടി. ഇനി ഏരിയ ഓഫ് ട്രയാങ്കിളിന്റെ ഏരിയ എങ്ങനെയാണ് നമുക്ക് കിട്ടുക? നോക്കിയേ, ട്രയാങ്കിളിന്റെ ഏരിയ നോക്കിയേ. ഇവിടെ എന്തൊക്കെയുണ്ട്? ഈ ട്രയാങ്കിൾ ഞാൻ മാറ്റി വരയ്ക്കാം. ട്രയാങ്കിൾ ഇവിടെ 12 ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്. ക്ലിയർ ആണോ? ഓക്കെ, റൈറ്റ് ട്രയാങ്കിൾ ഒന്നും പറയുന്നില്ല. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? റൈറ്റ് ട്രയാങ്കിൾ ആവില്ല, 150 ഡിഗ്രി ഓൾറെഡി വന്നല്ലോ. അപ്പോൾ നമുക്ക് നോക്കാൻ പറ്റില്ല. ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് നോക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ഒരു കണ്ടീഷൻ, ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വരികയാണ് എങ്കിൽ ഒരു ഡയറക്റ്റ് ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, എന്താ ഡയറക്റ്റ് ഇക്വേഷൻ? ഏരിയ ട്രയാങ്കിൾ വിൽ ബി ഹാഫ് ഇൻറ്റു ഈ രണ്ട് സൈഡിന്റെ അല്ലേ ആ അറിയാവുന്ന സൈഡ്. ഞാനിപ്പോ എയും ബി എന്ന് എടുത്തു. എ ഇൻറ്റു ബി. ഇവിടെ വേറെ എന്ത് വാല്യൂ വരും? ഇവിടെ 12 വന്നേ ഉള്ളൂ. വേറെ എന്ത് വരാം? ഏത് വന്നാലും എടുക്കാനുള്ള ഇക്വേഷൻ ആണ് പറയുന്നത്. എ ഇൻറ്റു ബി ഇൻറ്റു സൈൻ തീറ്റ. സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഇതിന്റെ നടുക്ക് നിൽക്കുന്ന, നോക്കിയിട്ട് ഞാൻ ഈ ട്രയാങ്കിൾ കൊണ്ട് വരയ്ക്കാം. ട്രയാങ്കിൾ വരച്ചു. 12 150 ഡിഗ്രി. ഈ സൈഡ് ഇൻക്ലൂഡഡ് ആയിട്ട് അത്രേ ഉള്ളൂ. ഹാഫ് ഇൻറ്റു ലെങ്ത് ഓഫ് പ്രൊഡക്റ്റ് ഓഫ് എന്ത് രണ്ട് സൈഡ് ഇൻറ്റു എന്ത് ആ സൈൻ വാല്യൂ ഓഫ് എന്ത് ആ ഇൻക്ലൂഡഡ് ആംഗിൾ. ഇതിന് നടുക്ക് നിൽക്കുന്ന ആംഗിൾ. ഓക്കെ, സൈഡ് ഇവിടെയും വരികയായിരുന്നു ഈ ആംഗിൾ എടുക്കണം. ഈ സൈഡും വരികയായിരുന്നു ഈ ആംഗിൾ എടുക്കണം. അതിന്റെ നടുക്ക് നിൽക്കുന്ന എന്ത് ആംഗിൾ ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഇങ്ങനെ തന്നാൽ ട്രയാങ്കിൾ കാണാനുള്ള ഡയറക്റ്റ് ഇക്വേഷൻ. നോക്കി അപ്പൊ എന്ത് വരും ഇവിടെ? നോക്കിയേ, ഇവിടെ ഹാഫ് ഇൻറ്റു രണ്ട് സൈഡ് എന്താ 12 ഇൻറ്റു 12 തന്നെയാണ്. ഇൻറ്റു എന്ത് സൈൻ തീറ്റ എത്രയാ? സൈൻ 150 ഡിഗ്രി അല്ലേ? അതിന്റെ വാല്യൂ എങ്ങനെ കാണാൻ ഞാൻ പറഞ്ഞുതരാം. സൈൻ 150 ഡിഗ്രി. നോക്കി, സൈൻ 150 ഡിഗ്രി എന്ന് പറയുന്നത് എനിക്ക് എങ്ങനെ എഴുതാം? സൈൻ 180 മൈനസ് 30 എഴുതിക്കൂടെ? സൈൻ 180 മൈനസ് തീറ്റ എന്താണ് വരുന്നത്? സൈൻ തീറ്റ. സൈൻ 180 മൈനസ് തീറ്റ എന്താ? സൈൻ തീറ്റ. അപ്പൊ നോക്കി എന്ത് വരും ഇവിടെ? സൈൻ 30 ഡിഗ്രി തന്നെ എഴുതി വരുന്നത്. സൈൻ 30 ഡിഗ്രി എന്താ? 1/2 കഴിയും. ഇത്രേ ഉള്ളൂ. 1/2. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം? ഇവിടെ എന്താ 1/2 തന്നെ വരും. ഇവിടെ ഈ പൈ ഞാൻ കൺവേർട്ട് ചെയ്യുന്നില്ല. ചെയ്യാത്തതിന്റെ കാരണം ഇവിടെ നമുക്ക് പൈയിലാണ് ആൻസർ. ഒന്നും പൈ കൺവേർട്ട് ചെയ്യുന്നില്ല. അതേപോലെ എഴുതി പൈ ഇൻറ്റു എന്ത് റേഡിയസ് എന്താ 12 ഇൻറ്റു 150 ഡിവൈഡഡ് ബൈ 360 എത്ര വരും? എന്താ കട്ട് ചെയ്ത് 0 പോയി. പിന്നെ എന്ത് വരും? 5/12 വരും. 5/12 മൈനസ് 1/2 ഇൻറ്റു 12 ഇൻറ്റു 1/2 ഇത്രേ ഉള്ളൂ. നോക്കി, 12 കട്ട് ചെയ്ത് ഇവിടെ എന്ത് വരും? 60. 12 × 60 പൈ. ഇവിടെ തന്നെ നമുക്ക് ആൻസർ ചെയ്താൽ 60 പൈ വരുന്ന ഒരു ഓപ്ഷനേ ഉള്ളൂ. നമ്മുടെ ആൻസർ ആയി. ബാക്കി നോക്കാം. മൈനസ് കട്ട് ചെയ്തു 6 വരും. ഇവിടെയും കട്ട് ചെയ്തു 6 വരും. 6 ഫൈനൽ ആൻസർ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു ക്വസ്റ്റ്യൻ കുറച്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളിപ്പോൾ എന്ത് ചെയ്യുക? ഒന്ന് മാർക്ക് റിവ്യൂ എടുത്തിട്ട് ബാക്കി എല്ലാ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് നോക്കി വന്നതിന് ശേഷം മാത്രമേ ഈ ക്വസ്റ്റ്യൻ ചെയ്യാവൂ. അതുകൊണ്ടാണ് ആദ്യമേ പറഞ്ഞത് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ മനസ്സിലാക്കി എന്ത് ചെയ്യുക? സ്കിപ്പ് ചെയ്യുക. അവസാനം വരിക. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ മറക്കാതിരിക്കുക. ഇങ്ങനെ ക്വസ്റ്റ്യൻ വരും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഈ ക്വസ്റ്റ്യൻ കൊണ്ടുവന്നത്. എന്ത് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇപ്പോ? ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പെട്ടെന്ന് പോവാം. ഓക്കെ, ടൈം ആൻഡ് വർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. പൈപ്പ് ആൻഡ് സിസ്റ്ററിന്റെ ക്വസ്റ്റ്യൻ ആണ്. Two pipes A and B can fill an empty tank in 8 hours and 12 hours. Okay, respectively. They are opened alternatively for 1 hour, each starting with pipe A. Okay, alternate hour and question one. In how many hours will the empty tank be filled? Okay. അപ്പോൾ ആദ്യം നമുക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ എന്ത് കണ്ടുപിടിക്കണം? ടോട്ടൽ കപ്പാസിറ്റി അല്ലെങ്കിൽ ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കണം. എന്താ? LCM എടുക്കുക. 8ന്റെയും 12ന്റെയും LCM എന്താ? ഏറ്റവും വലിയ നമ്പർ എത്ര? 12. ഇവിടെ LCM എടുക്കുന്ന ട്രിക്കാണ് പറഞ്ഞിരുന്നത് 12ന്റെ മൾട്ടിപ്പിൾ എടുക്കുക. 12 × 1 എന്താ? 12. ഇതൊക്കെ മൈനസ് ചെയ്യേണ്ട കാൽക്കുലേഷൻ ആണോ? 12. 8 × എന്തെങ്കിലും 12 ആണോ? അല്ല. 12 × 2 എന്താ? 24. 8 × എന്തെങ്കിലും 24 ആണോ? 8 × 3 24. അപ്പൊ നമ്മുടെ LCM അല്ലെങ്കിൽ ടോട്ടൽ കപ്പാസിറ്റി എത്ര കിട്ടും? 24. ഇത്രേ ഉള്ളൂ. LCM എത്ര വന്നാലും നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം. 8 × എത്രയാണ്? 24. 3. അപ്പോ A ഡെഫിഷ്യൻസി 3. ഇനി 12 × എത്രയാണ്? 24. 2. അപ്പൊ B ഡെഫിഷ്യൻസി എത്രയാ? 2. ഇത്രേ ഉള്ളൂ. ഇനി ഒരു ട്വിസ്റ്റ് കിടക്കുന്ന എന്താ? ഒരു ഓൾട്ടർനേറ്റ് അവേഴ്സിലാണ് ഓപ്പൺ ചെയ്തത്. അതായത് A കൊണ്ട് തുടങ്ങുന്ന ഓൾട്ടർനേറ്റ് അവേഴ്സിലാണ് ഇത്
ഓൺ ചെയ്യുന്നത്. അതായത് ആദ്യം ആരായിരിക്കും, ആദ്യത്തെ 1 മണിക്കൂർ ആരായിരിക്കും വർക്ക് ചെയ്യുക? എ ആയിരിക്കും. ക്ലിയർ ആണോ? എ എത്ര യൂണിറ്റ് ഫില്ല് ചെയ്യും 1 മണിക്കൂർ കൊണ്ട്? 3 യൂണിറ്റ്. 1 മണിക്കൂർ കഴിഞ്ഞ് ഇനി അടുത്ത മണിക്കൂറിൽ ആരായിരിക്കും വർക്ക് ചെയ്യുക? ബി ആയിരിക്കും. ബി എത്ര യൂണിറ്റ് ഫില്ല് ചെയ്യും 1 മണിക്കൂർ കൊണ്ട്? 2. അതായത് 2 മണിക്കൂറിൽ എത്ര യൂണിറ്റ് ഫില്ല് ആകും അവിടെ? 2 3 + 2 5 യൂണിറ്റ് ഫില്ലാകും. അല്ലെങ്കിൽ 5 ലിറ്റർ. മൊത്തം കപ്പാസിറ്റി 24 ലിറ്റർ നേരത്തെ 5 ലിറ്റർ എന്ത് ചെയ്യും? ഫില്ലാകും. നോക്കിയില്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യുക? 24 അടുത്ത് മൾട്ടിപ്ലൈ ചെയ്ത് ഈ ക്വാണ്ടിറ്റി എത്തിക്കുക. 24 5 × 5 × 2 5 × 4 നോക്കി. 5 × 4 20 യൂണിറ്റ് വരെ എത്തും. ഇവിടെയും അതേപോലെ തന്നെ മൾട്ടിപ്ലൈ ചെയ്യുക. എത്രയാ? 4 മൾട്ടിപ്ലൈ 8 മണിക്കൂർ. അപ്പൊ 8 മണിക്കൂറിൽ ഇവർ എന്ത് ചെയ്യും? 20 യൂണിറ്റ് ഫില്ല് ചെയ്യും. ഇനി ശ്രദ്ധിക്കുക, ഇനിയാണ് കൺഫ്യൂഷൻ വരാൻ പോകുന്നത്. 20 യൂണിറ്റ് ഫില്ല് ചെയ്തു. 5 × 5 എടുക്കുന്ന 25 ആയതിനെ കൂടി പോയാൽ. അപ്പൊ എന്ത് ചെയ്യാൻ? പുറത്ത് തൊട്ട് താഴെ നിൽക്കുന്ന മൾട്ടിപ്പിൾ എടുക്കുക. നോക്കിയിടേ. അപ്പൊ എന്ത് ചെയ്യുക? ഒരു സൈക്കിൾ 4 സൈക്കിൾ കംപ്ലീറ്റ് ചെയ്തു. കംപ്ലീറ്റ് ചെയ്യുന്നത് ആരുമായിട്ടാണ്? ബി അല്ലേ കംപ്ലീറ്റ് ചെയ്യുന്നത്? ആണല്ലോ. ബി വരെ ഉള്ളത് കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്ത ആരാ ചെയ്യാനുള്ളത്? എ. ക്ലിയർ ആണോ? എ എത്ര യൂണിറ്റ് വർക്ക് ചെയ്യണം? എ 1 മണിക്കൂറിൽ എത്രയാ? 3 യൂണിറ്റ്. 3 യൂണിറ്റ് കൂടിയാൽ എത്രയാ? 23 യൂണിറ്റ്. 1 മണിക്കൂർ കൂടിയല്ലോ. 9 മണിക്കൂറിൽ അവർ എത്ര ചെയ്തു? 23. ഇനി അടുത്ത ആരാ വർക്ക് ചെയ്യാനുള്ളത്? എ. അടുത്ത ആരാ? ബി ആണ് വർക്ക് ചെയ്യാനുള്ളത്. എത്ര യൂണിറ്റ് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളൂ? 1 യൂണിറ്റേ കംപ്ലീറ്റ് ചെയ്യാനുള്ളൂ. അപ്പൊ നോക്കിയേ, വേറെ ഒന്നും ചെയ്യണ്ട. 9 അവർ പ്ലസ് 1 യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ആരാ കംപ്ലീറ്റ് ചെയ്യുന്നത്? ബി. ബിയുടെ എഫിഷ്യൻസി എത്രയാ? 2 1/2. അതായത് 9 1/2 hours. എത്ര യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്? അവരുടെ ആരാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്? അവരുടെ ടോട്ടൽ 1 മണിക്കൂറിൽ എത്ര വർക്ക് ചെയ്യും? അത്രയും. എത്ര ലിറ്റർ കംപ്ലീറ്റ് ചെയ്യും? എത്രയും. ഇതാണ് നമ്മുടെ ആൻസർ. 9 1/2 hours. 9 1/2 hours. ഓൾട്ടർനേറ്റ് ഡേയ്സിന്റെ നല്ല ക്വസ്റ്റ്യൻ ആണ്. അത്യാവശ്യം ലെവലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ ഇനി സമയം എടുത്തില്ല, പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, നോക്കിയില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. Some part of rupees 17,500 was lent at a rate of 24% per annum simple interest. Okay, and remaining part at the rate of 10% per annum simple interest. The total interest received after 5 years is 13,300. What is the ratio of money lent at the rate of 24% and 10%? Okay. ഇതാണ് അപ്പോൾ ക്വസ്റ്റ്യൻ. ഓക്കെ, 17,500 രൂപ ഉണ്ടായിരുന്നു. അത് 2 ആയിട്ട് ഡിവൈഡ് ചെയ്ത് ആദ്യത്തെ 24% സിമ്പിൾ ഇൻട്രസ്റ്റിലും രണ്ടാമത്തെ 10% സിമ്പിൾ ഇൻട്രസ്റ്റിലും എന്ത് ചെയ്തു? കടം കൊടുത്തു. അങ്ങനെയാണെങ്കിൽ 5 വർഷം കഴിയുമ്പോൾ ടോട്ടൽ ഇൻട്രസ്റ്റ് 13,300 കിട്ടി. രണ്ടെണ്ണത്തിനും കൂടാണ് 13,300 കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ എത്രയാ? വാട്ട് ഈസ് റേഷ്യോ ഓഫ് മണി? ഈ എത്ര റേഷ്യോയിലാണ് ഈ പൈസ 24%-നും 10%-നും എന്ത് കടം കൊടുത്തത്? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോഴേ നിങ്ങൾ എന്ത് ചെയ്യുക? അലിഗേഷൻ മെത്തേഡ് മാത്രം പോവുക, അല്ലെങ്കിൽ നിങ്ങൾ അല്ലെങ്കിൽ നല്ല സമയം എടുക്കും. ഓക്കെ, ഇവിടെ നോക്കി. ആദ്യം അലിഗേഷൻ മെത്തേഡ് പോകണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഓവറോൾ ഒരു വർഷം ഇത് 2 പേരും കൂടെ എത്ര പലിശ കിട്ടും എന്ന് കണ്ടുപിടിക്കണം. ഒരു വർഷത്തെ കണ്ടുപിടിക്കാൻ ആദ്യം എന്താ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? ഇൻട്രസ്റ്റ് പെർ ഇയർ. ഓരോ വർഷമുള്ള പലിശ കണ്ടുപിടിക്കണം. അതെന്താ വരുന്നത്? 5 വർഷത്തെ പലിശ 13,300 ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു വർഷത്തെ എന്താ? ബൈ 5 എന്ത് വരും? അപ്പോഴ് 2,660 വരും. 2,660 വരും. ഇനി ഓവറോൾ റേറ്റ് പെർസെന്റേജ് എന്ത് വരും? അപ്പോഴ് നോക്കി, 2,660. എത്ര പ്രിൻസിപ്പളിനാണ് കിട്ടുന്നത്? 17,500 17,500 into 100%. നോക്കി, 0 ഈ 2 0 കട്ട് ചെയ്തു. 175 ഡിവൈഡ് ബൈ 2,660 ഡിവൈഡ് ബൈ 175 വരും. 5 കൊണ്ട് കട്ട് ചെയ്യാൻ എന്ത് വരും? 35. ഇവിടെ എന്ത് വരും? 532. പിന്നെ എന്തെങ്കിലും കൊണ്ട് കട്ട് ചെയ്യാനുണ്ടോ? 7 കൊണ്ട് കട്ട് ചെയ്യാം. 7 കൊണ്ട് എന്താ? 5. ഇവിടെ എന്ത് വരും? 532 കട്ട് ചെയ്യുമ്പോൾ 76. അതായത് 76/5%. എത്ര വരും? 15.2%. നമ്മൾ ആൻസർ കിട്ടി. നോക്കിയില്ലേ? ഇനി എങ്ങനെ ആൻസർ ചെയ്യുന്നത്? 24% എന്ത് ഡിപ്പോസിറ്റ് ചെയ്തു? 10% ബാക്കി ഡിപ്പോസിറ്റ് ചെയ്തു. ഓവറോൾ അവർക്ക് എത്ര കിട്ടി? 15.2. കഴിഞ്ഞ ആൻസർ കിട്ടിയോ? നോക്കിയേ, വലുതിന്ന് ചെറുത് കുറയ്ക്കാം. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. 24 മൈനസ് 15.2 എന്ത് കിട്ടും? 8.8 കിട്ടും. 15.2 മൈനസ് 10 എത്രയാ? 5.2. ഓക്കെ, അപ്പോൾ എത്ര കിട്ടും?
52 88 കൺസിഡർ ചെയ്യാം. അപ്പൊ എന്തുകൊണ്ട് കട്ട് ചെയ്യാൻ പറ്റും? 4 കൊണ്ട് 2 കട്ട് ചെയ്യാലോ. 52 88 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാലോ. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ വരും 22. ഇവിടെ എന്ത് വരും? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 13. 13:22 ആണ് നമ്മുടെ ആൻസർ. താഴെ 13:22. നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി 22:13 ഓപ്ഷനിൽ കാണും. കൺഫ്യൂസ് ആവരുത്. കാരണം വെച്ചാൽ എന്താ, 24%-ന്റെയും 10%-ന്റെയാണ് ചോദ്യം. 24%-ന്റെ എത്രയാ? 13. 10%-ന്റെ എത്രയാ? 22. ഓക്കെ, കൺഫ്യൂസ് ആവരുത്. ഡയറക്റ്റ് നമുക്ക് വേണ്ടുന്ന ആൻസർ കണ്ടുപിടിക്കണം. നിങ്ങൾ ആ ഒരു ടെൻഷനിൽ നിങ്ങൾ എന്ത് ചെയ്യും? കൺഫ്യൂസ്ഡ് ആയിട്ട് ആ ഒരു ഓപ്ഷൻ കുത്തിയിട്ട് പോകും. പക്ഷെ അതിൽ വീഴാതെ ശ്രദ്ധിക്കാം. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഓപ്ഷൻ ഇവിടെ 30 ആണ് കേട്ടോ. താഴെ പോകാൻ 30 ആണ്. ഓക്കെ, ഫൈൻഡ് ദ മീൻ പ്രൊപ്പോർഷൻ ബിറ്റ്വീൻ 9 and 64. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. മീൻ പ്രൊപ്പോർഷൻ എന്താ കാണുന്നത്? റൂട്ട് എ ബി. തന്നിരിക്കുന്ന രണ്ട് നമ്പറിനെ റൂട്ടിൽ എടുക്കുക. ഇവിടെ എന്താ? റൂട്ട് 9 into 64. എന്ത് വരും? ഇവിടെ 3 into 3 ആണ് 9. 2 3 അകത്ത് പോയി, ഒരെണ്ണം വെളിയിൽ എടുത്തു. 64 എന്ന് വെച്ചാൽ എന്താ? 8 into 8 ആണ്. 2 8 അകത്ത് പോയി, ഒരെണ്ണം വെളിയിൽ എടുത്തു. 8 into 3 എന്താ? 24. ആൻസർ ആകുന്നു 20. മീൻ പ്രൊപ്പോർഷൻ ഡയറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ബാക്കി പ്രൊപ്പോർഷൻ കൊണ്ട് പറഞ്ഞുതരാം. ഇക്വേഷൻ നിങ്ങൾക്ക് റിവിഷൻ ക്ലാസ് ആയതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് എല്ലാം ഓർമ്മ ചെയ്യുക. തേർഡ് പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ എ. ഇത് 2 നമ്പർ തന്നുള്ള തേർഡ് പ്രൊപ്പോർഷൻ ആണ്. ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ. ഇതാണ് കോമൺ ആയിട്ട് ചോദിച്ചു കാണാറുള്ളത്. ഇനി 3 നമ്പർ തന്നാലുള്ള ഫോർത്ത് പ്രൊപ്പോർഷൻ ബി സി ഡിവൈഡഡ് ബൈ എ. ബി സി ഡിവൈഡഡ് ബൈ എ. ബി സി ഡിവൈഡഡ് ബൈ എ. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കണം. എയും ബിയും എന്ന് പറയുന്നത് എന്താ? ഫസ്റ്റ് നമ്പർ സെക്കൻഡ് നമ്പർ അത്രേ ഉള്ളൂ. എ ബി അല്ലെങ്കിൽ സി വന്നാൽ എന്താ? ഫസ്റ്റ് നമ്പർ സെക്കൻഡ് നമ്പർ തേർഡ് നമ്പർ. ഇതേ ഉള്ളൂ ഇതിന് എന്ത് അഡ്രസ് ആയിട്ടുള്ളത്. ഫസ്റ്റ് സെക്കൻഡ് തേർഡ്, അതാണ് എ ബി സി. ഇവിടെ നോക്കി, തേർഡ് പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സെക്കൻഡ് നമ്പറിന്റെ സ്ക്വയർ ഡിവൈഡ് ബൈ ഫസ്റ്റ് നമ്പർ. ഇനി ഫോർത്ത് പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സെക്കൻഡ് നമ്പർ ഇൻടു തേർഡ് നമ്പർ ഡിവൈഡഡ് ബൈ ഫസ്റ്റ് നമ്പർ. അത്രേ ഉള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. പെട്ടെന്ന് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അടുത്തൊരു നല്ലൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, ഇൻ എ ട്രയാങ്കിൾ എ ബി സി. എ ബി സി എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ. ഞാൻ എന്താ ട്രയാങ്കിൾ വരച്ചു. The bisector of angle A. ഞാൻ എന്താ വാല്യൂ കൊടുത്തു? A B C. Bisector of angle A. ആംഗിൾ എയുടെ ബൈസെക്ടർ, അതായത് ആ ആംഗിളിനെ ഈക്വലി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇന്റർസെക്ട്സ് അറ്റ് സൈഡ് ബി സി. ബി സിയിൽ വന്ന് മുട്ടുന്നു. ആ പോയിന്റിന്റെ പേര് ഡി. എ ബി എന്ന് പറഞ്ഞാൽ 12, എ സി എന്ന് പറഞ്ഞാൽ 15, ബി സി ടോട്ടലി എത്രയാ? 18. അങ്ങനെയാണെങ്കിൽ എന്ത് കണ്ടുപിടിക്കുക? ബി ഡിയുടെ ലെങ്ത് കണ്ടുപിടിക്കുക. സിമ്പിൾ ആണ്. നോക്കി, എ ബി ബൈ എ സി ഈക്വൽ ടു എന്ത്? ബി ഡി ബൈ ഡി സി. ഈ ഇക്വേഷൻ അറിയാമെങ്കിൽ ഇത് പെട്ടെന്ന് ചെയ്യാം. നോക്കി, ആംഗിൾ ബൈസെക്ടർ ആണ്. ഒരു ആംഗിളിനെ ബൈസെക്ട് ചെയ്ത് അടുത്തൊരു ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരിക. അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷൻ വരികയാണെങ്കിൽ ഈ രണ്ട് സൈഡിൽ കിടക്കുന്ന ആ രണ്ട് സൈഡിന്റെ റേഷ്യോ തന്നെയായിരിക്കും എന്ത്? ഈ ഡിവിഷൻ വരുന്ന സൈഡിന്റെ റേഷ്യോ. അതായത് the internal bisector of an angle of a triangle divides the opposite side internally in the ratio of the sides containing the angle. ഇത്രയേ ഉള്ളൂ. എന്ന് വെച്ചാൽ എന്താ? ഒരു ആംഗിൾ ബൈസെക്ടർ ഈ ആംഗിളിൽ നിന്ന് ഇങ്ങനെ വരികയാണെങ്കിൽ ഈ ഡിവൈഡ് ചെയ്യുന്ന ഈ പോയിന്റിന് ഇതും എന്ന് പറയുന്നത് ഈ രണ്ട് സൈഡിന്റെ റേഷ്യോയ്ക്ക് ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ പ്രൊപ്പോർഷണൽ ആയിരിക്കും. അത്രയേ ഉള്ളൂ. നോക്കി, അപ്പൊ നമുക്ക് ആൻസർ ആയി. എ ബി 12, എ സി എത്രയാ? 15 ഈക്വൽ ടു എന്ത്? ബി ഡി ബൈ ഡി സി. കട്ട് ചെയ്ത് 4/5. നോക്കി, 4 5 4:5 ആണ് ബി ഡി ഈസ് ടു ഡി സി. ഓക്കെ, ബി ഡി പ്ലസ് ഡി സി എത്രയാ? 18. ഇവിടെ എത്ര യൂണിറ്റ് വരുന്നത്? 4 + 5 9. 9 യൂണിറ്റ് എന്ന് വെച്ചാൽ 18. നമുക്ക് എത്ര യൂണിറ്റ് കണ്ടുപിടിക്കേണ്ടത്? 4 യൂണിറ്റ്. 4 യൂണിറ്റിന്റെ ആൻസർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നോക്കി, ഒരു യൂണിറ്റ് എന്ന് വെച്ചാൽ എന്താ? അല്ലെങ്കിൽ 9 ഇൻറ്റു എത്രയാണ്? 18 2. അപ്പൊ നമുക്ക് എത്രയാ? 4 യൂണിറ്റ് എന്ന് വെച്ചാൽ എന്താ? 4 ഇൻറ്റു 2 എത്ര വരും? 8 സെന്റിമീറ്റർ. 8 സെന്റിമീറ്റർ. ആൻസർ കിട്ടി. ഡയറക്റ്റ് ആൻസർ ആണ്. നമുക്ക് ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം? ഈ ഒരു ആൻസർ അറിയെങ്കിൽ പെട്ടെന്ന് ചെയ്യാം. അല്ലെങ്കിൽ നോക്കി 4 യൂണിറ്റിന്റെ ആൻസർ നിങ്ങൾക്ക് ഇപ്പൊ സമയമില്ല എന്നുണ്ടെങ്കിൽ ഒരു 50-50 ചാൻസ് എടുക്കണം എന്ന് നിങ്ങൾക്ക് ഉദ്ദേശം ഉണ്ട് എങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരുന്നത്. നോക്കി, 4 യൂണിറ്റിന്റെ ആൻസർ അല്ലേ? 4 യൂണിറ്റിന്റെ ആൻസർ അല്ലേ നമുക്ക് വേണ്ടത്? ആണല്ലോ. അതായത് 4 ഇൻറ്റു സംതിങ് ആണല്ലോ. 4ന്റെ മൾട്ടിപ്പിൾ ആയ ഒരേ ഒരു ഓപ്ഷനിൽ ഇവിടെ ഉള്ളൂ 8. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും പോകാം, സമയം ഇല്ലാത്ത കണ്ടീഷൻ ആണ് എങ്കിൽ. ഓക്കെ, നമ്മുടെ സിജിന് ടിയർ 2 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കി നോക്കാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒരു ഡിസ്കൗണ്ടിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഡിസ്കൗണ്ട് ഇത് 40% ആണ്. ഡിസ്കൗണ്ടിന്റെ ക്വസ്റ്റ്യൻ. Buy 3 get 2 free. 3 മേടിച്ചാൽ 2 സൗജന്യം, 2 ഫ്രീ.
അങ്ങനെയാണെങ്കിൽ അവിടെ ആ അദ്ദേഹത്തിന് കിട്ടിയ ഈ ഡിസ്കൗണ്ട് കിട്ടിയ ആൾക്ക് കിട്ടിയ ഡിസ്കൗണ്ട് പെർസെന്റേജ് എത്രയാണ്? ഇതാണ് ചോദ്യം. നോക്കിയില്ലേ, എത്രയാണ് ഡിസ്കൗണ്ട്, എത്രയാണ് ഫ്രീ കിട്ടിയത്? 2. ടോട്ടൽ പുള്ളിയുടെ കയ്യിൽ അപ്പോൾ എത്ര സാധനം കിട്ടി? 3 സാധനം പുള്ളി വാങ്ങിച്ചു, അദ്ദേഹം വാങ്ങിച്ചു. 2 എന്ത് സൗജന്യവും കിട്ടി. അപ്പോൾ എത്ര? 3+2 5 സാധനം അല്ലേ അദ്ദേഹത്തിന് കിട്ടിയത്? വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുന്നത് ആണല്ലോ. അപ്പോ ഫ്രീ കിട്ടിയത് ഡിവൈഡഡ് ബൈ എന്ത്? ടോട്ടൽ ഇൻറ്റു എന്ത്? 100%. 1/5 എന്ന് വെച്ചാൽ എന്താ? 20%. 20%. അപ്പൊ 2/5 എന്ത് വരും? ഇൻറ്റു 2 40%. ആൻസർ എത്രയാ? 40%. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? എല്ലാവർക്കും ഓക്കെ ആണല്ലോ? ഓക്കെ. അപ്പൊ നമ്മുടെ ഇന്നത്തെ സെഷൻ അവസാനിക്കാൻ സമയമായി. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? നല്ല രീതിയിൽ പ്രിപ്പറേഷൻ തുടങ്ങുക. ഓൾറെഡി കഴിഞ്ഞ സെഷനിൽ കമന്റ്സിൽ നമ്മുടെ PDF അവൈലബിൾ ആണോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ആപ്പിന്റെ ലിങ്ക് താഴെ കൊടുത്തിരിക്കാം. ഇതേ PDF എല്ലാം നമ്മൾ എന്ത് ചെയ്യും? ആപ്പിൽ ഡയറക്റ്റ് ആയിട്ട് ആപ്പിൽ കൊടുക്കും. അപ്പോൾ ആപ്പിന്റെ ലിങ്ക് നമ്മൾ വീഡിയോയുടെ താഴെ പിൻ ചെയ്യും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? അത് നോക്കുക, എന്നിട്ട് ജോയിൻ ചെയ്തിട്ട് ഈ PDF എടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും നല്ലോണം പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്ത് പോവുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.